ഹരേ ബ്രഹ്മാർപ്പണമസ്തു. ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള ശുഭചിന്തനങ്ങളോടുകൂടി ഇന്ന് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം. നമ്മുടെ ജീവിതത്തിൽ പല സജ്ജനങ്ങളെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയാനകമാംവിധം കടബാധ്യതകളിൽ പെട്ടുഴലുന്ന സജ്ജനങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് തെളിഞ്ഞു കാണുവാൻ സാധിക്കും. താൻ കഷ്ടപ്പെടുന്നതിനനുസൃതമായിട്ടുള്ള വരുമാനമില്ലെങ്കിലും ആയത് പ്രകാരം തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവ വികാസങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചേർക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യകർമ്മങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്ര കടബാധ്യതകൾ നമ്മളിലേക്ക് വന്നു ചേരുക? ജ്യോതിശാസ്ത്രം അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വ്യക്തമാക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ഗ്രഹനിലയിൽ ശുക്രൻ എന്ന ഗ്രഹവും ശനി എന്ന് പറയുന്ന ഗ്രഹവും നീചഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ യാതൊരു സംശയമില്ല, കടബാധ്യതകൾ ഏറും, മാനനഷ്ടങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തിയിൽ ധനമില്ലായ്മ, പരിഹാസങ്ങൾ, ബന്ധുമിത്രാദികളിലുള്ള കലഹങ്ങൾ, കൂടാതെ കുടുംബത്തിലെ രോഗ അരിഷ്ടതകളാണ്. ഇവയൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിശാസ്ത്രം കൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടബാധ്യതകളിൽ നിന്ന് മോചനമേകുന്ന ഒരു കർമ്മവിധാനത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം. ശുക്രവശാലുള്ള പാപവും ശനിവശാലുള്ള പാപവും നമുക്ക് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, ജീവിതത്തിൽ ഉളവായിരിക്കുന്ന കടബാധ്യതകളിൽ നിന്ന് മുക്തി വന്നു ചേരുവാനും സന്തുഷ്ടിയോടുകൂടി ജീവിതം കർമാദികളിൽ മുന്നോട്ട് പ്രയാണം ചെയ്യുവാനും സാധിക്കും. അനുഷ്ഠാന വിധികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നവഗ്രഹ അനുഷ്ഠാനമാണ് പ്രതിപാദ്യം. നമുക്ക് ഉപാസന ചെയ്യുവാൻ സാധിക്കുകയില്ല, കാരണം അതിനൊക്കെ ഒട്ടേറെ ആചാരപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ മുഖരിതമാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രസങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിധാനം ശ്രദ്ധയോടുകൂടി നിങ്ങളിൽ അർപ്പണം ചെയ്യണത്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുക. എല്ലായിടത്തും ഇല്ല, വളരെ അപൂർവമായിട്ട് മാത്രമേ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ശുക്ര ദിവസം, ശുക്രവാരെ, വെള്ളിയാഴ്ച ദിവസം ശനിക്കും അതേപോലെ ശുക്രനും പൂജനം അനുഷ്ഠിക്കുക. വെളുത്ത പുഷ്പം കൊണ്ട് ശുക്രനെയും ശംഖുപുഷ്പം കൊണ്ട് ശനിയെയും ആരാധിക്കുക. ഉചിതമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഇത്. നമ്മൾ എത്ര പ്രതിസന്ധി ആയിരുന്നാലും അനുഷ്ഠിക്കുക. ശേഷം നവഗ്രഹങ്ങളെ പരിപൂർണമായിട്ട് സന്തുഷ്ടി വരുന്നതിന് വേണ്ടിയിട്ട് നവധാന്യങ്ങൾ സമർപ്പണം ചെയ്യുക. നിവേദ്യപ്രസാദം നല്ല ഇരട്ടി മധുരത്താൽ നിവേദ്യപ്രസാദം ഭഗവാന് കൊടുക്കുക. ഭഗവാന്മാർക്ക് 9 പേർക്ക് കൊടുക്കുക. ശ്രദ്ധയോടുകൂടി ഇത് വെള്ളിയാഴ്ച അതല്ലെങ്കിൽ ശനിയാഴ്ച അനുഷ്ഠിക്കണം.
കാരണം നമുക്കിവിടെ പരിപൂർണമായിട്ടും അധമനായിട്ട് നിൽക്കുന്നത് ശനി എന്ന ഗ്രഹവും ശുക്രൻ എന്ന ഗ്രഹവുമാണ്. അതിന് കടബാധ്യതകൾ മാറണമെങ്കിൽ ഇവർ നല്ല രീതിയിൽ ശോഭിച്ചു നിൽക്കണം നമ്മുടെ ജാതകഭാവത്തിൽ. ആയതുകൊണ്ട് തന്നെ നിവേദ്യം അങ്ങോട്ട് കൊടുക്കുക. നല്ല പ്രാർത്ഥനകളാണ്. ശനീശ്വര അഷ്ടോത്തരം, അതേപോലെ ശുക്ര അഷ്ടോത്തരം, ഇവ രണ്ടും നമ്മുടെ ചാനലിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി പകർത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്നതാണ്. ഈ അഷ്ടോത്തരം അങ്ങോട്ട് നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങോട്ട് അനുഷ്ഠിക്കുക. നിത്യം ശനി ശുക്ര അഷ്ടോത്തരം നിത്യം അനുഷ്ഠിക്കുക. 108 നാമങ്ങൾ. സന്ധ്യാസമയമാണ്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നിലവിളക്കൊക്കെ തെളിയിച്ച് നെയ്യ് ഒഴിച്ച് വേണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം ശുക്ര അഷ്ടോത്തരവും രണ്ടാമത് ശനി അഷ്ടോത്തരവും ചൊല്ലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇത്യാദി കർമ്മങ്ങളിലേക്ക് മടങ്ങിപ്പോരാവുന്നതാണ്. ഇനി ഉപാസന അനുഷ്ഠിക്കുകയാണെങ്കിൽ ശനിയെയും ശുക്രനെയും ഉപാസന അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, കടബാധ്യതകൾ പരിപൂർണമായിട്ടും മോചനമാകും. പക്ഷെ അതിനൊക്കെ ഒട്ടേറെ തലാതലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. പ്രതിവിധി എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എന്താ? നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക, ഉദ്ദിഷ്ടമായിട്ടുള്ള ഭാവത്തിൽ ഭഗവാന് നിവേദ്യപ്രസാദം കൊടുക്കുക, നവഗ്രഹ പൂജനം കഴിക്കുക. നവഗ്രഹ പൂജനം കഴിച്ചതിന് ശേഷം പ്രത്യേകം ഷീട്ടെടുത്ത് ശനി അഷ്ടോത്തരം അതേപോലെ തന്നെ ശുക്ര അഷ്ടോത്തരത്താൽ മന്ത്രാർച്ചന നടത്തുക. ഇത് കൃത്യമായിട്ട് ഒരു 3 മാസ കാലയളവിൽ അനുഷ്ഠിച്ചാൽ അതിനോടകം നമ്മൾക്കുണ്ടായി വന്നിരിക്കുന്ന ഘടകങ്ങളെല്ലാം വീടുവാനുള്ള എല്ലാവിധമായിട്ടുള്ള ഗ്രഹസാന്നിധ്യവും നമ്മളിൽ ഉളവാകും. തർക്കമില്ലാത്ത കാര്യമാണ്. കടബാധ്യതകളാൽ പൂരിതമാകുമ്പോൾ, മാനസികമായിട്ടുള്ള സന്തുഷ്ടി ഇല്ലാതെയാകുമ്പോൾ ഇപ്രകാരം അനുഷ്ഠിക്കുക. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി ഇത് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളി ശനി 2 ദിവസഭാവങ്ങൾ ശ്രദ്ധയോടെ പ്രഭാത കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് നിലവിളക്ക് നെയ്യൊഴിച്ച് കൊളുത്തി ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് പ്രഭാതകാലത്തിൽ ശുക്രനെയും സന്ധ്യാകാലത്തിൽ ശനിയെയും ആ 108 അഷ്ടോത്തര ശതം അങ്ങോട്ട് ജപിക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിനഭാവത്തിലും ഈ 2 ദിവസവും കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. അനുഷ്ഠിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിതചര്യകൾ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ എല്ലാ ദിനങ്ങളിലും പ്രഭാതത്തിലും സന്ധ്യയിലും ശുക്ര ശനി മന്ത്രങ്ങൾ ഉരുവിടുക. കൃത്യമായിട്ടും സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളിങ്ങനെ ഒരു 7 ദിവസം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കടബാധ്യതകൾ നമ്മളിൽ നിന്ന് അകലും, അല്ലെ ഇല്ലാതെയാകും. ഉത്തമമായിട്ടുള്ള ജീവിതത്തിന് ധനമാർഗത്തെ ശ്രേഷ്ഠമാക്കുവാൻ ഇപ്രകാരമുള്ള കർമ്മങ്ങൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിന് ശുക്രൻ്റെ ബലം കൂടുകയും ശനീശ്വരൻ സന്തുഷ്ടനാകുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതം മനോഹരമാക്കുവാൻ സാധിക്കും. ഇതിലേതാണ് ഉചിതമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചുകൊണ്ട്, ഇനിയിപ്പോൾ ക്ഷേത്ര ദർശന ഭാവത്തിലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല, നമ്മുടെ ഗ്രഹത്തിൽ
ഈ 7 ദിനഭാവങ്ങളിൽ കൃത്യമായിട്ടും നമ്മൾ ഇപ്രകാരം അനുഷ്ഠിച്ചാൽ, അതുകൊണ്ട് എൻ്റെ ഒരു അർത്ഥതലങ്ങളാൽ ചിന്തനം ചെയ്തത് വഴി ഞാൻ പറയണത്, ക്ഷേത്ര ദർശനത്തിനേക്കാളും ഏറ്റവും അനുചിതം എന്ന് പറയുന്നത് എല്ലാ ദിനങ്ങളിലും പ്രഭാതകാലത്തിൽ ശുക്രനെ പൂജനം ചെയ്യുക. അല്ല, ശുക്രനെ പൂജനം ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ചധികം വെളുത്ത പുഷ്പങ്ങൾ നമ്മൾ കരുതിയിരിക്കണം. ആ വെളുത്ത പുഷ്പങ്ങൾ ഒരു താലത്തിൽ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് ഒരു ദൂഷണയിലിട്ട് ശുക്രദേവ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവിടെ അങ്ങോട്ട് സമർപ്പിക്കുക, ഓരോ മന്ത്രം ചൊല്ലി. ഇത് ഉപാസനയല്ല, ഇതിന് ഗുരുവോ ഋഷിയോ ഛന്ദസ്സോ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ദിവസം നീല ശംഖുപുഷ്പം ശനീശ്വരന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ വെള്ളിയാഴ്ച ദിനം ചെയ്യുന്ന പ്രകാരം ആണ് പറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച ദിവസം ചെയ്യുമ്പോൾ നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ നീല പുഷ്പങ്ങൾ, നീല ശംഖുപുഷ്പം അല്ലാതെ നീലവർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ കുറവാണ്. പിന്നെ ഉളവാകുന്നത് പൂജയ്ക്ക് എടുക്കുവാൻ അനുയോജ്യമായിട്ടുള്ളതല്ലാതാനും ആയതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം കഴിവതും അത് നമ്മൾ ശേഖരിച്ച്, ഇനിയിപ്പോൾ 108 എണ്ണം ഇല്ല എന്നുള്ള ദുഃഖം വേണ്ട. ഒരു 4 പുഷ്പം അല്ലെങ്കിൽ 5 പുഷ്പമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളത് സമർപ്പിച്ചുകൊണ്ട് 108 അഷ്ടോത്തരം അങ്ങോട്ട് ചെല്ലുക. അന്നേരം വെള്ളിയും ശനിയും കൃത്യമായിട്ട് അനുഷ്ഠിക്കുക. പിന്നെ അടുത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഭാതത്തിലും സന്ധ്യാകാലത്തിലുമായിട്ട് അനുഷ്ഠിക്കുക. പ്രഭാതത്തിൽ ശുക്രനെങ്കിൽ സന്ധ്യാകാലത്തിൽ ശനി, അടുത്ത ദിവസം ശനിയിൽ തുടങ്ങി വൈകുന്നേരത്ത് ശുക്രന്. അങ്ങനെ കൃത്യമായിട്ട് ഒരു 7 ദിവസം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുളവായിരിക്കണ ഏത് വിധേനയുള്ള കടബാധ്യതകളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ശ്രദ്ധയോട് കൂടി ഒന്ന് അനുഷ്ഠിച്ചു നോക്കുക. നമ്മൾ ജീവിതത്തിൽ വളരെയധികം യാതനകൾ അനുഭവിക്കുന്ന തലത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭചിന്തനത്തോടുകൂടി മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.